നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട ദുരിതപർവമേറിയ തെക്കുംകര കുത്തുപാറ സ്വദേശി ജെയിൻ വീണ്ടും സുരക്ഷിത ജീവിത വഴിയിൽ. യുക്രൈൻ സൈന്യത്തിന്റെ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ് സൈനികാശുപത്രിയിൽ കഴിഞ്ഞിരുന്ന 29-കാരൻ നാടിന്റെ സ്നേഹക്കര വലയത്തിൽ. സൈനിക ക്യാമ്പിൽ നിന്ന് മോചിപ്പിക്കാൻ നേതൃത്വം നൽകിയത് സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ള ഒട്ടേറെ പേർ. ഇന്ത്യൻ എംബസിയും മലയാളി അസോസിയേഷനും വലിയ ഇടപെടലുകൾ നടത്തിയതായി ജെയിൻ. സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി യുവാവ്. പഹൽഗാം ഭീകരാക്രമണം, കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ. മെഴുകുതിരി തെളിയിച്ച ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. മരണമടഞ്ഞ പ്രിയപ്പെട്ടവരെ അനുസ്മരിച്ചു. അത്താണിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അനുസ്മരണ ആദരാഞ്ജലി ചടങ്ങുകൾ. കൊടുംകുറ്റവാളിയും സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ 100ഓളം കേസിലെ പ്രതിയുമായ വടിവാൾ വിനീത വടക്കാഞ്ചേരിയിൽ നിന്ന് പോലീസിനെ കബളിപ്പിച്ച രക്ഷപ്പെട്ടിട്ട് ഒരു മാസം. 25-കാരന് മുന്നിൽ നക്ഷത്രമെണ്ണി കേരളത്തിലെ പേരുകേട്ട പോലീസ് സേന. വിനീത് എവിടെയുണ്ടെന്ന് പോലും സൂചനയില്ലാതെ ഇരുട്ടിൽ തപ്പി പോലീസ്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടതാ കഴിഞ്ഞ മാസം 25-ന്. തന്റെ ജീവിത വഴിയിലെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയായിരുന്നു 1 വർഷം നീണ്ട റഷ്യൻ വാസം എന്ന കൂലിപ്പട്ടാളത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ജന്മനാട്ടിലെത്തിയ കുത്തുപാറ സ്വദേശി. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ റഷ്യയിലെത്തിയത് വലിയ പ്രതീക്ഷയോടെ. സഹോദരി ഭർത്താവ് ബിനിലിന്റെ മരണം തീരാവേദന. റഷ്യൻ പൗരത്വം തനിക്ക് ലഭിച്ചിട്ടില്ല. പട്ടാളം പെരുമാറിയത് വളരെ മാന്യമായി. ഇപ്പോഴും റഷ്യയിൽ വലിയ യുദ്ധം നടക്കുകയാണെന്നും ജെയിൻ. കള്ളുഷാപ്പിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനൊടുവിൽ ജ്യേഷ്ഠൻ അനുജനെ തലക്കടിച്ചു കൊന്നു. അനന്തപുരം കൊരട്ടിക്കാട്ടിൽ 29-കാരൻ യദുകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ 32-കാരൻ കാക്ക വിഷ്ണു എന്ന വിഷ്ണു പോലീസ് പിടിയിൽ. അനുജനെ കൊന്നത് മൃഗീയമായി. കുപ്പികൊണ്ടും കല്ലുകൊണ്ടും ആക്രമണം. കാക്ക വിഷ്ണു നിരവധി കേസുകളിലെ പ്രതി. മധ്യവേനൽ അവധിക്കാലത്ത് ആറ്റത്തറയിൽ നിന്ന് കുട്ടിക്കൂട്ടം സമൂഹത്തിന് നൽകുന്നത് മഹത്തരമായ ഒരു സന്ദേശം. കുഞ്ഞിളങ്കൈകൾ സംരംഭക വേഷമണിയുമ്പോൾ അത് നാടിനാകെ വലിയ മാതൃക. ആൽബർട്ട്, അജോ, ഇമ്മാനുവൽ, സാവിയോൺ എന്നിവർ ചേർന്നൊരുക്കിയത് നിശ്ചയദാർഢ്യത്തിന്റെ പടുതാക്കുളം. വാർത്താവിശേഷം V9 സ്പെഷ്യലിൽ. ഷാർജയിൽ പ്രവർത്തിക്കുന്ന മലയാളികളുടെ കൂട്ടായ്മ ഷാർജ ഇൻകാസ് തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് പുത്തൻ നേതൃത്വം. തെക്കങ്കര പുന്നമ്പറമ്പ് സ്വദേശി ഷാൻഡി തോമസ് പ്രസിഡന്റ്, മുഹമ്മദ് അബൂബക്കർ, VN ബാബു ജനറൽ സെക്രട്ടറിമാർ, സോമഹിരിയെ ട്രഷററായി തിരഞ്ഞെടുത്തു. സംസ്ഥാനമൊട്ടുക്ക് കൊടും ചൂടിന് സാധ്യത. തൃശൂർ അടക്കം 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. തൃശൂർ അടക്കം 5 ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് ആകും. വിവിധ ജില്ലകളിൽ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരമാലകൾ ഉയരുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കൊടുംചൂടിൽ ചിക്കൻ ബോക്സ് പടർന്നു പിടിക്കുന്നു. ഈ വർഷം ഇതുവരെ 9969 പേർക്ക് ചിക്കൻ ബോക്സ്. ഏപ്രിൽ 19 വരെ 1421 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. പടർന്നു പിടിക്കാതിരിക്കാൻ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. ആശുപത്രികളിൽ പ്രത്യേക സംവിധാനം. ശബരിമല സന്നിധാനത്ത് റീൽ ചിത്രീകരണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചത് വല്ലാത്ത പൊല്ലാപ്പ. വീഡിയോ ചിത്രീകരണ വിലക്കുള്ള സ്ഥലത്തായിരുന്നു റീൽ എടുത്തത്. പാലക്കാട് MLA-ക്കെതിരെ കേസെടുത്തു. 4 നൂറ്റാണ്ട് മുമ്പ് നടന്ന ദ്രൂഹമരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകൻ രംഗത്ത്. നെയ്യൻ തോമസിന്റെ മരണം കോടതി മേൽനോട്ടത്തിൽ നടത്തണമെന്ന് ശ്രീധരൻ തേറമ്പിൽ. പോലീസ് CBI അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. 2000 ഏപ്രിൽ 25-ന് തോമസ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് മുൻ SP-യുടെ സുരക്ഷാ ജീവനക്കാരന്റെ തോക്കിൽ നിന്ന് വെടിയുതിർന്ന. ജില്ലയിൽ ചൊവ്വാഴ്ച വൈകിട്ട് പെയ്ത കനത്ത മഴ, അതിശക്തമായ കാറ്റ്. 1,66,77,000 രൂപയുടെ നാശനഷ്ടം. ദുരന്തം സംഭവിച്ച പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നാശനഷ്ടങ്ങൾ വിലയിരുത്തി.